ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റേ ഗൃഹനാഥനായ ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണം. ശ്രീമതി കാലത്ത് തന്നെ മുന്തിരി പ്രൂൺ ചെയ്യാണ്ട് എന്ന് പറഞ്ഞ് ടെറസിലേക്ക് പോയിരിക്കുക. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ ഞാൻ വെറും ദോശ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബീട്രൂട്ടൊക്കെ എടുത്ത് ക്രിയേറ്റ് ചെയ്ത് ആ മാവിലിട്ടു, ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവർ വരണതിന് മുമ്പേ ദോശ റെഡിയാക്കി വയ്ക്കുക എന്നുള്ള ധാരണയിൽ പരിപാടികളൊക്കെ തുടങ്ങി. ഈ ദോശയുടെ ചട്നിയാണ്, നാളികേര ചട്നി. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ ശരിയാക്കി കുറച്ച് കാന്താരി മുളകൊക്കെ ഇട്ട് ഒക്കെ മിക്സർ മേറ്റിൽ ഇട്ട് വെച്ചു, എല്ലാം റെഡിയാക്കി വെച്ചു. അവരൊന്ന് അരച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ അരയ്ക്കാത്തതിനെ ഒരു കാരണമുണ്ട് കേട്ടോ. എനിക്ക് ഈ ഇലക്ട്രിക് സാധനങ്ങളോടൊക്കെ ചെറിയൊരു പേടിയുണ്ട്. അത് മാത്രമല്ല, ഞാനത് അരക്കി വയ്ക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിശേഷമായി, പിന്നെ ഈ പ്രദേശത്തേക്കേ വരണമെന്ന് വിചാരിക്കും ശ്രീമതി. ഒരു 3-4 ദോശ എപ്പോഴേ ഒരു മിന്നലാട്ടം കണ്ടു. ആ വന്നല്ലോ വനമാല. മുന്തിരി പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ചാർജ് കൈമാറി. ഇത് പെട്ടെന്ന് ചട്നിയൊക്കെ അരച്ച് കഴിഞ്ഞു കേട്ടോ. അരച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ബീറ്റ്റൂട്ട് പോലെ തന്നെ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഉണ്ടാക്കാം. ക്യാരറ്റ് അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല. നമ്മുടെ കാലത്ത് ഈ ആവർത്തന വ്യവസ്ഥയായിട്ടുള്ള ഈ ദോശയ്ക്ക് പകരം നല്ല പോഷക സമ്പുഷ്ടമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാതിരിക്കാം, ഇത് പറഞ്ഞു എന്ന് മാത്രം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ദോശ കഴിക്കാൻ പോട്ടെ, ധൃതിയായി.